ഹലോ നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ തുടർന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക ഉപാധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യ അംഗീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അടുത്ത ഏപ്രിൽ മാസത്തോടു കൂടി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏപ്രിൽ മാസം ഇന്ത്യക്ക് എണ്ണ കിട്ടണമെന്നുണ്ടെങ്കിൽ മാർച്ച് മാസം ഓർഡർ ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. ഏകദേശം മാർച്ച് മാസത്തോടു കൂടി ഇന്ത്യ റഷ്യയോട് എണ്ണ വാങ്ങുന്ന ഓർഡർ നിർത്തിവെക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിന് പകരമായിട്ട് വെനസ്വേല, സൗദി അറേബ്യ, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, റിലയൻസ് ഈ 3 കമ്പനികളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഏകദേശം ഇന്ത്യൻ ഓയിലിന് ഇന്ത്യയിൽ 41,664 പെട്രോൾ പമ്പും, ഭാരത് പെട്രോളിയത്തിന് ഇന്ത്യയിൽ 24,605 പെട്രോൾ പമ്പും, അതുപോലെ തന്നെ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് 2,100 പെട്രോൾ പമ്പുകളാണ് ഉള്ളത്. ഈ 3 കമ്പനിമാരും കൂടിയാൽ 68,369 പെട്രോൾ പമ്പുകളാണ് ഉള്ളത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ഇത് ഗൂഗിൾ, ജെമിനി പോലുള്ള ആപ്പുകളിൽ സെർച്ച് ചെയ്തുള്ള റിപ്പോർട്ടുകളാണ് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് 1,00,000 പെട്രോൾ പമ്പുകളാണ് ഉള്ളത്. അതിൽ തന്നെ 68% പെട്രോൾ പമ്പുകൾ ഇപ്പോൾ കൈവശമുള്ളത് ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, റിലയൻസ് പോലുള്ള കമ്പനിയുടെ കയ്യിലാണ്. ഇവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ നമ്മുടെ റഷ്യയുടെ വ്യാപാരം കുത്തനെ ഇടിയുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലും ഏകദേശം അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ ഓയിലിന് ഏകദേശം 900 പമ്പുകളും, ഭാരത് പെട്രോളിയത്തിന് ഏകദേശം 600 പെട്രോൾ പമ്പുകളും, റിലയൻസിന് ഏകദേശം 35 പെട്രോൾ പമ്പുകളാണ് ഉള്ളത്. ഈ കേരളത്തിൽ ആകപ്പാട് 2,500 പെട്രോൾ പമ്പുകളേ ഉള്ളൂ എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം കേരളത്തിലെ 61% പെട്രോൾ പമ്പുകളും ഈ 3 കമ്പനികളുടെയും കയ്യിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഒരു വർഷം ഏകദേശം റഷ്യയിൽ നിന്ന് 3 ലക്ഷം കോടി അല്ലെങ്കിൽ 3.2 ലക്ഷം കോടിയുടെ എണ്ണകളാണ് ഇന്ത്യ വാങ്ങാറുള്ളത്. ഇത് കുത്തനെ കുറയുകയും 20,000 കോടിയുടെയോ 10,000 കോടികളുടെ വ്യാപാരമൊക്കെയായി കുറക്കാനാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ശ്രമിക്കുന്നത്. ഇത് ഇന്ത്യയെ നല്ലവണ്ണം ബാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.